കേരളത്തിനേറ്റ ഷോക്കോ എന്നാണ് ചോദ്യം. ജിമ്മി, കേരളത്തിനേറ്റ ഷോക്കല്ലേ? ഞെട്ടിപ്പോയല്ലോ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അവരുടെ കരച്ചിൽ കാണുമ്പോൾ. ഇനിയല്ല, കരച്ചിലൊക്കെ കാണുന്നതിന് മുമ്പേ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയോ ആയിക്കോട്ടെ, ഉത്തരവാദികൾ ആരോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞാണ് പോയത്. കേരളം കണ്ട രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കിടയിൽ രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവം. ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവത്തിൽ വളരെ അവധാനതയില്ലാതെ പെരുമാറിയ സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാരൊക്കെ വളരെ പെട്ടെന്ന് ഇത്തവണ വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത്. മന്ത്രി ശിവൻകുട്ടി, KICB മന്ത്രി അപ്പോൾ തന്നെ പ്രതികരണം നടത്തുന്നു. പക്ഷേ നോക്കൂ, അത് കഴിഞ്ഞ് ജെ ചിഞ്ചുറാണി എന്ന മന്ത്രി, കൊല്ലം ജില്ലക്കാരിയായ മന്ത്രി പറഞ്ഞത് ആ കുഞ്ഞ് ശ്രദ്ധിക്കേണ്ടേ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് ഓക്കെ, ഒരു കുഞ്ഞ് ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയാം. പക്ഷേ ഒരു മന്ത്രിയാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഒരു ചടങ്ങിലാണ് ഈ മന്ത്രി സംബന്ധിച്ച്. ആ ചടങ്ങിൽ സൂംബ ഡാൻസോ മറ്റോ ഉണ്ട്, അതിൽ ഈ മന്ത്രി പങ്കെടുത്തു എന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒരു മന്ത്രിയാണേ, സർക്കാർ ഒരു സംവിധാനത്തോട് കുഴപ്പങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അതിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക. മറുവശത്ത് മന്ത്രി ആദ്യം പറയുന്നു വേറെ ആരുടെയും കുറ്റമല്ല, കുഞ്ഞിൻ്റെ കുറ്റമാണ്. എന്നിട്ട് ആ ചടങ്ങിൽ ഒരു സൂംബ ഡാൻസിൽ ചുവട് വയ്ക്കുകയാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി. ഇതിലും വലിയ നാണക്കേടുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി രാജിവെക്കുകയാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യം. വേറെ ഒന്നുമല്ല അവരോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. കേരളത്തിൽ കുട്ടികൾ നടക്കുന്ന സ്ഥലങ്ങൾ, അത് പ്രധാനപ്പെട്ട സ്ഥലം സ്കൂളാണ്, ബാക്കിയുള്ള കളിസ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളുള്ളത്. ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. സ്കൂൾ സുരക്ഷാ ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ 28 പേജുള്ള ഒരു സാധനമുണ്ട്. അതിനകത്ത് വിശദമായി കാര്യങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, മെയ് 13-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് S. ഷാനവാസ് പുറത്തിറക്കിയ ഡയറക്റ്റീവ് കൃത്യമായി പറയുന്നുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ക്ലാസ്സുകൾ നടത്താവൂ. സ്കൂൾ പരിസരത്ത് അപകടകരമായ വൈദ്യുതി ലൈനുകൾ ഒഴിവാക്കണം. അത് സ്കൂളിലേക്ക് വരുന്ന വഴി മുതൽ എല്ലായിടത്തും വേണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ KICB അധികൃതരെ അറിയിക്കണം. ഇത് ഈ ലൈൻ മുകളിലൂടെ പോവുകയാണെന്നും അത് പൊട്ടി വീഴാനല്ലാതെ നേരിട്ട് അപകടം ഉണ്ടാവില്ലെന്നും അറിയാത്തവരല്ല കുട്ടികൾ ഇങ്ങനെയൊക്കെ കയറുമെന്നും ഇങ്ങനെയൊക്കെ അപകടം സംഭവിക്കാമെന്നും അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ മാർഗ്ഗരേഖ പുറത്തിറക്കുന്നത്. അങ്ങനെയാണ് കേരളം നമ്പർ 1 ആകാൻ ശ്രമിക്കുന്നത്, നമ്പർ 1 ആയത്. ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള സിസ്റ്റം നമുക്കുണ്ട്. അതനുസരിച്ച് ഗൈഡ് ലൈൻസ് പുറത്തിറങ്ങിയതാണ്. എന്നിട്ടോ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയുകയും ആദ്യഘട്ടത്തിൽ ഇതേക്കുറിച്ച് ചർച്ച നടക്കുകയും ചെയ്തു. KICB അധികൃതരും സ്കൂൾ അധികൃതരും തമ്മിൽ ചർച്ച നടന്നു. അതിനുശേഷം ഒരു പോസ്റ്റ് ഈ വിഷയം ഒഴിവാക്കാം എന്നത് ഘട്ടം വരെ എത്തി. പക്ഷേ അവിടെ വെച്ച് നിന്നുപോയി. അത് KICBയുടെ ഭാഗത്തു നിന്നാണോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ നമ്മൾ ആ വിഷയം പരിഹരിച്ചില്ല. നമുക്ക് കോട്ടയത്ത് ഇതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്. ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാൻ എല്ലാ സാധ്യതയുണ്ടെന്ന് പറയുകയും കെട്ടിടത്തെ അടുത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് പറയുകയും ചെയ്ത് തീരുമാനമെടുക്കാൻ ഒരല്പം വൈകിപ്പോയി, ഒരാൾ മരിച്ചു. അന്ന് രാത്രി തന്നെ ഈ ഷിഫ്റ്റിംഗ് നടന്നു. അതുവരെ നടക്കാതിരുന്ന പുതിയ കെട്ടിടത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടന്നു. ഇന്നിപ്പോൾ കൊല്ലത്ത് എന്താ നടക്കുന്നതെന്നറിയോ? ആ വൈദ്യുതി ലൈൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പോസ്റ്റ് വരുന്നു, മാറ്റുന്നു. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അപകടം വന്നാൽ അപ്പം തന്നെ നമ്മൾ ഈ സാധനങ്ങളെക്കുറിച്ചൊക്കെ പെട്ടെന്ന് ആലോചിക്കും. 1-2 വർഷം മുമ്പാണ് സ്കൂളിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞു മരിച്ചത്. അന്ന് നമ്മളെല്ലാവരും എത്രയൊക്കെ സ്കൂളുകളിൽ എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് തപ്പി നടക്കുകയായിരുന്നു. വലിയ വാർത്തകളുണ്ടായിരുന്നു. അതോടുകൂടി ഇപ്പോൾ എത്ര സ്കൂളുകളിൽ കുഴിയുണ്ട്, എത്ര സ്കൂളുകളിലെ കുഴികളിൽ പാമ്പുണ്ടെന്ന് നമ്മളും ആലോചിക്കുന്നില്ല, സ്കൂൾ അധികൃതർ ആലോചിക്കുന്നില്ല. ഇനിയിപ്പോൾ അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും മുകളിൽ എത്ര അപകടകരമായ വൈദ്യുതി ലൈനുകൾ തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതായിരിക്കും. നല്ല കാര്യമാണ് ഓരോരോ അപകടമുണ്ടാകുമ്പോൾ നിങ്ങൾ ഇതിനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് വെറുമൊരു അപകടമാകുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ നഷ്ടമാണ്. എന്നിട്ട് ഒരു മന്ത്രി ഡാൻസ് കളിക്കുകയൂടെ ചെയ്താൽ എങ്ങനെയിരിക്കും? ഇവിടെ ഇത് CPM നടത്തുന്ന സ്കൂളാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ അങ്ങനെ എത്ര സ്കൂളുകളുണ്ടെന്നറിയൂ? സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, ഇങ്ങനെയൊക്കെ ഇനിയും പ്രശ്നമുള്ള, നിങ്ങൾ നടന്നുപോയി നോക്കിയാൽ ഈ കൊച്ചി നഗരത്തിന് പുറത്ത് എത്ര സ്കൂളുകൾ അങ്ങനെയുണ്ട്? എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം? അടിസ്ഥാനപരമായി സ്കൂളുകൾക്ക് കാര്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്ത സംവിധാനങ്ങൾക്ക് ഇതൊന്നും നേരെയാക്കാനുള്ള ശേഷിയില്ല. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എടുത്തു നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പഠിച്ചത് സർക്കാർ സ്കൂളുകളാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ കണ്ട അപകടത്തിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് മരിച്ചത്. കോട്ടയത്ത് അപകടമുണ്ടായപ്പോഴും അവിടെ മരിച്ചതും ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ ബിന്ദു.
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഓരോ തവണ സ്കൂളിനകത്ത് നടക്കുന്ന അപകടം ഉണ്ടായാലും അന്ന് ഈ പാമ്പ് കടിയേറ്റ് കുഞ്ഞു മരിക്കുമ്പോഴും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അത് സർക്കാർ സ്കൂളായിരുന്നു, ഇത് എയ്ഡഡ് സ്കൂളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നൊരു വലിയ മാറ്റം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖന്മാർ പഠിച്ച സർക്കാർ സ്കൂളുകളിൽ നിന്ന് എപ്പോഴാണ് ഈ പ്രമുഖന്മാരും കൊള്ളാവുന്ന വീട്ടിലെ ആളുകളും പോകാതായത്? അത് പാവപ്പെട്ട ആളുകൾ സർക്കാർ സ്കൂളിലേക്ക് വന്നപ്പോഴാണ്. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം. പാവപ്പെട്ട കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഈ സർക്കാർ സ്കൂളിലെ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ പുതിയൊരു സ്കൂളിലേക്ക് മാറുന്നു. അതിൻ്റെ പേരാണ് എയ്ഡഡ് സ്കൂളുകൾ. 80കളിൽ കേരളത്തിലെ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ പഠിച്ചത് എയ്ഡഡ് സ്കൂളുകളിലാണ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഈ എയ്ഡഡ് സ്കൂളുകളിലേക്ക് വരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് 90കളാകുമ്പോൾ. അപ്പോൾ ഇവർ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് എങ്ങോട്ടാ? പ്രൈവറ്റ് സ്കൂളുകളിലേക്ക്. പ്രൈവറ്റ് സ്കൂളുകളിലേക്കും സാധാരണക്കാരൻ്റെ അതിൽ താഴെയുള്ള മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വരുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്കൂളുകളിലേക്ക് ഇവർ മാറുകയാണ്. ഇങ്ങനെ പാവപ്പെട്ടവർക്കും മാത്രമായി പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ പിന്നെ താഴോട്ടാണ് പോവുക. 90കളിൽ കേരളത്തിലൊരു വലിയ സമരം ഉണ്ടായിട്ടുണ്ട്. അത് സ്കൂളുകൾ ആര് നന്നാക്കി നടത്തണം എന്നുള്ളതായിരുന്നു. PTA-കൾക്ക് വളരെ വലിയ അധികാരം കൊടുത്തുകൊണ്ടായിരുന്നു ഒരു പുതിയ സർക്കാർ തീരുമാനം വരുന്നത്. അന്ന് പല ആളുകളും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, സർക്കാർ ഈ സംവിധാനത്തിൽ നിന്നെല്ലാം പിന്മാറുകയാണ്. പകരം PTA-ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം, അത് മുട്ടയും പാലും കൊടുക്കാനുള്ള സംവിധാനം വരുന്നു. ഇപ്പോൾ മന്ത്രി ബിരിയാണി അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതിൻ്റെ പൈസ ആരാ കൊടുക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ കുറച്ച് പൈസ കൊടുക്കും. ഇത് PTA-യുടെ ഉത്തരവാദിത്തമാണ്. PTA ആണ് ഇത് നടത്തേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്കൂൾ, ഈ എയ്ഡഡ് സ്കൂളിൽ തകര ഷെഡാണ്. ഇതിൻ്റെ പണം എവിടെ നിന്ന് വരും? എങ്ങനെയാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അറിയോ? ഇത് പണമുള്ള കുറച്ച് സ്കൂളുകൾ മാത്രം. എയ്ഡഡ് സ്കൂളുകളെ ആർക്കും വേണ്ട, പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് സമ്പന്നന്മാർ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളായിരുന്നെങ്കിൽ ഇപ്പോൾ പാവപ്പെട്ടവർ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളാണ്. ആ എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെൻറ്റിനും പൈസയില്ല, PTA-ക്കും പൈസയില്ല, ആർക്കും പണമില്ല. സർക്കാർ സ്കൂളിൽ പക്ഷേ ഇതിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടോ. കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത്, തൊട്ടുമുമ്പത്തെ സർക്കാരിൻ്റെ കാലത്തൊക്കെ കാര്യമായി പണം വരികയും സർക്കാർ സ്കൂളുകൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്കൂളിൻ്റെ സ്ട്രക്ചറുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എയ്ഡഡ് സ്കൂളുകൾ ഇതിനിടയ്ക്ക് എവിടെയോ എല്ലാവരും മറക്കുമല്ലോ. കാരണം പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റമാണ് പ്രശ്നം. അത് വളരെ ദയനീയമായ രീതിയിൽ സിസ്റ്റമാണ് പ്രശ്നം. സ്കൂളുകളെ, വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് സർക്കാർ കൈവിട്ടത്? എന്നിട്ട് നാട്ടുകാർ നോക്കിക്കോ, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും PTA-യും നോക്കിക്കോ, മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ എയ്ഡഡുകാർ നോക്കിക്കോ എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞപ്പോൾ സർക്കാർ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം PTA-യുടെ ആയി. എയ്ഡഡ് സ്കൂളുകളിലെ കെട്ടിടമടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി? അതും അവിടുത്തെ PTA-ക്കും അവിടെ മാനേജ്മെൻറ്റിനുമായി. കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും സ്കൂൾ ഇടിഞ്ഞ് വീണ് മരിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? മരിച്ചതായി കേട്ടിട്ടുണ്ടോ? കാരണം അതൊക്കെ പ്രൈവറ്റ്, അവിടെ നിന്ന് ഇൻ്റർനാഷണൽ നിന്ന് ഇപ്പോൾ വിളിക്കുന്ന സ്കൂളിലെ കുട്ടികളാണ്. ഒന്നും പറ്റില്ല. ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരു വലിയ വിഭാഗം മാത്രം പഠിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് ഇനി വൈദ്യുതി ലൈൻ തട്ടിയ അപകടം ഉണ്ടാവില്ലായിരിക്കും. കേരളം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ അപകടമുണ്ടായി. ഒരു സ്ത്രീ മരിച്ചു. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്, ബിന്ദു. വലിയ സമരങ്ങൾ നടന്നു. സർക്കാർ ഇത്തരം കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ കണക്കെവിടെയാണ്? ജനങ്ങളോട് പറയണ്ടേ? കേരളത്തിൽ ഇത്ര സർക്കാർ ആശുപത്രികൾക്ക് അപകടാവസ്ഥയിലാണ്, ഞങ്ങളതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്നിട്ട് എന്താ ചെയ്തത്? ബിന്ദുവിൻ്റെ കുടുംബത്തിന് പണം കൊടുത്തു. അതോടുകൂടി സമരത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറുന്നു, അത് അവസാനിക്കുന്നു. ഇതിൻ്റെ ഓഡിറ്റ് എവിടെ പോയി? ഇനി ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള വൈദ്യുതി കമ്പിയുടെ പ്രശ്നം, അല്ലെങ്കിൽ അനധികൃതമായ ഷെഡിൻ്റെ പ്രശ്നം, കേരളത്തിലെ എത്ര സർക്കാർ സ്കൂളുകളിൽ, എത്ര എയ്ഡഡ് സ്കൂളുകളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്? പഠിക്കുമായിരിക്കും. അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുമോ? ഒരു കാര്യത്തിന് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് സർക്കാർ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വലിയ വിവാദങ്ങൾ നമ്മൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയാൻ, അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറയാൻ ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സ്കൂളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതേസമയം മറക്കരുത്, ഇതൊരു സിസ്റ്റമിക് പ്രശ്നമുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളെ PTA-ക്കും നാട്ടുകാർക്കും വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറിയതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്.
സർക്കാർ സ്കൂളുകൾക്ക് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നന്നാക്കാൻ സംസ്ഥാന സർക്കാർ തിരിച്ചു വന്ന് കിഫ്ബി വഴിയൊക്കെ പണം കൊടുത്തു. പക്ഷേ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം അതിദയനീയമാണ്. അതാർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളാണ്. പ്രൈവറ്റിലും ഇൻ്റർനാഷണലുമാണ് ബാക്കിയുള്ളവർ. അവർക്കൊന്നും വരില്ലല്ലോ. Meet the editors.